ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ ഈ പറയുന്ന ഒരു മാറ്റം വരുത്താതെ നിങ്ങൾ എന്തു ചെയ്താലും ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം വിട്ടകലുകയില്ല. അത് എന്തു മാറ്റമാണ് വീട്ടിൽ വരുത്തേണ്ടത് അത് ഞാൻ പറയുന്നുണ്ട്. വീട്ടിൽ ഐശ്വര്യമുണ്ടാകാനുള്ള ഒന്നിലധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം പുറകിലുള്ള നിങ്ങൾക്ക് ചെയ്യേണ്ട രീതികളും അത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ പുറകിലുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവൻ, കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. വീട്ടിലെ ഒരു മാറ്റം വരുത്തേണ്ട മാറ്റം പറയുന്നുണ്ട്. അതുപോലെ വീട്ടിൽ ഈ വിളക്കിൽ തിരിയിടുമ്പോൾ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ്. ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ധരിക്കേണ്ട വസ്ത്രം, ജപിക്കേണ്ട മന്ത്രം, അതുപോലെ ആഹാരങ്ങൾ പാകം ചെയ്യുമ്പോഴും ഒക്കെ ജപിക്കേണ്ട മന്ത്രം, കുടുംബ ഐശ്വര്യത്തിന് ചില പ്രത്യേക ദിവസങ്ങൾ ആ ഓരോ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ കുടുംബ ഐശ്വര്യം ഉണ്ടാകും ആ ദിവസങ്ങൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ആദ്യം ഞാൻ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് പറയുന്നത് നിങ്ങൾക്കിതൊന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയാണ്. വീഡിയോ മുഴുവൻ കാണണം. വിശദമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ വേറെ ആരും ഒരിടത്തും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല. കാരണം അതുപോലുള്ള ചില കാര്യങ്ങളാണ്. അതിന് പുറകിലുള്ള കാര്യവും പറഞ്ഞു തരുന്നുണ്ട്. അത് മുഴുവൻ കാണാൻ ശ്രമിക്കണം എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ നേരിട്ട് ഞാൻ കൺസൾട്ടിങ് ഇല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാളുടെ സാഹചര്യമാണ്. എനിക്ക് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റേതായ ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. വാട്സപ്പിൽ കൂടെ തന്നെ ഉള്ളു. അത് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. എന്നാലും ചിലപ്പോൾ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ വരാറുണ്ട്. പക്ഷേ പറഞ്ഞു വിടാനേ നിവർത്തിയുള്ളൂ. കാരണം ഞാൻ വ്യക്തമായിട്ട് വീഡിയോ പറയുന്നുണ്ട്. പിന്നെ അത് പറയുന്നതിൻ്റെ അപ്പുറത്ത് ചെയ്യരുത്. കാരണം നിങ്ങൾക്കൊരു ഗുരുസ്ഥാനത്താണെങ്കിൽ, ഞാൻ ഒരു നേരമെങ്കിലും ശിവനെ സത്യസന്ധമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഈ ഇന്ന കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ചെയ്യരുത്. അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ടാണ് പറയുന്നത്. വാട്സപ്പ് വഴി വർക്കിംഗ് ഉള്ളൂ. അത് വാട്സപ്പിൽ നിങ്ങൾ ഇടുക, പറയാൻ റിപ്ലൈ തരും. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ചെയ്യരുത്. അത് ഓരോ ശ്വാസത്തിലും ശിവനെ വിളിക്കുന്ന മനസ്സുകൊണ്ടാണ് പറയുന്നത്. ഗുരുത്വം നഷ്ടപ്പെട്ടാൽ അത് കിട്ടത്തില്ല ഒരിക്കലും. ഒരു നല്ല കാര്യം പറയുന്ന ഒരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കരുത്. എനിക്ക് സമയമില്ല, എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എന്നെ വന്ന് ശല്യം ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം അത് നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതിനെല്ലാ വീഡിയോയിലും പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ഇനി നിങ്ങൾ വാട്സപ്പ് ഇട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്സപ്പിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ആളുകളുടെ ചെയ്തു തരും. അത് തീർന്നു കഴിയുമ്പം പിന്നെ ശ്രദ്ധയിൽപ്പെടുന്നവരുടെ റിപ്ലൈ ചെയ്യും. അങ്ങനെ കുറേശ്ശെയാണ് ചെയ്യുന്നത്. അപ്പോൾ പറ്റുന്ന ആളുകളുടെ ചെയ്തു തരും. ചെയ്യുന്നത് നല്ലതായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ സാഹചര്യമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവപാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ നല്ല കാര്യങ്ങളും ശിവപാദം സ്മരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അപ്പുറത്ത് യാതൊന്നുമില്ല. അകവും പുറവും ശിവം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ജീവിതത്തിൽ എല്ലാ ഉപകാരങ്ങളും ഉണ്ടാകും. അറിയുന്നതുകൊണ്ട് ജീവിതം മാറുന്ന കാര്യങ്ങളാണ്. പിന്നെ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്, ഏകദേശം 8-നും 8:15 ഇടയ്ക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സാധിക്കുന്ന ദിവസങ്ങളെല്ലാം, മിക്കവാറും എല്ലാ ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി കാണുക. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല അനുഭവമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. എല്ലാവർക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്. ആദ്യന്തം ശിവനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശിവനിൽ നിന്ന്
വന്ന് ശിവനിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു മനസ്സാണ് എൻ്റേത്. എനിക്ക് വേറെ ഒന്നുമില്ല. അത് ഞാൻ ആരുടെ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും, ഒരു കാര്യം ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും, ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ആത്മാർത്ഥത കൂടി തന്നെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ സത്യം ജീവിതത്തിൽ പാലിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം സ്വീകരിച്ചതാണ്. ശിവവിദ്യ ഓരോ ശാസ്ത്രത്തിലും ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതം അത് മാറ്റിമറിക്കും. ചെറിയ കാര്യമൊന്നുമല്ല, മാറ്റിമറിക്കും. അടിമുടി മാറ്റും. സംശയം വേണ്ട. ഒരു വീട്ടിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ നേരിട്ട് വീട്ടുകളിൽ പോകാറില്ല, പക്ഷെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഒരു വീട്ടിൽ പോയി നോക്കിയപ്പം അവിടുത്തെ ഒരു കുട്ടി നല്ല ടെക്നിക്കലായിട്ട് ഉയർന്ന പഠിത്തമുണ്ട്, പക്ഷേ 2 വർഷമായിട്ട് ജോലി സ്ഥിരതയില്ല. പലയിടത്തും ജോലി ചെയ്യും, കുറേ ആൾ പിന്നെ വീട്ടിൽ ഇരിക്കും, ജോലി നഷ്ടപ്പെടും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, അത് അവരുടെ ജീവിതം മാറ്റി. ഈ ഒരു കാര്യം ഇന്നലെയല്ല, ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ വേറൊരു വഴി പോയപ്പോൾ, വളരെ വർഷങ്ങളായിട്ട് ഒരാൾ അതുവഴി വരുവാണെങ്കിൽ വീട്ടിലൊന്ന് കയറണം എന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ വേറൊരു വഴി പോയതാണ്. അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അവർക്ക് എല്ലാം നല്ല മനുഷ്യരാണ്. ഇവരുടെ എല്ലാം വിദേശത്തും ഇംഗ്ലണ്ടിലും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ജോലി പ്രശ്നമുണ്ട്, മകൻ്റെ വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ അവർ നല്ല രീതിയിലുള്ള ഒരു ഭയങ്കര നല്ല ഒരു ഈശ്വരവിശ്വാസത്തിൽ പോകുന്നവരാണ്. അവരുടെ വീട്ടിൽ നീലകണ്ഠപാദരുടെ ഒരു ഫോട്ടോ ഉണ്ട്. അതിവിശിഷ്ട നല്ല പുണ്യം ചെയ്തവരാണ്. അവിടെ കാല് കുത്തിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഭഗവാൻ തോന്നിച്ചു, അല്ലെങ്കിൽ മനസ്സിൽ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. വീടിൻ്റെ ഇന്ന ഭാഗത്ത് ഇന്ന രീതിയിൽ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് അവർ പറഞ്ഞു അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ എഴുതി വെച്ചു, ഈ പറയുന്ന കാര്യം ചെയ്തു, ജോലി പ്രശ്നം മാറി, അദ്ദേഹത്തിന് വിവാഹം നടക്കും, ഇനി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല എന്ന് പറഞ്ഞ് അവിടെ എഴുതി കൊടുത്തിട്ട് പോന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു കാര്യം ചെയ്യാതെ വീട്ടിൽ എന്തു ചെയ്താലും വീട്ടിൽ ദാരിദ്ര്യം മാറത്തില്ല. അങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, വീടിൻ്റെ തെക്ക് കിഴക്കേ മൂല, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ആ ഭൂമിയുടെ തെക്ക് കിഴക്കേ മൂലയിൽ മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മതിൽ ഒക്കെ പൊളിഞ്ഞോ അല്ലെങ്കിൽ ഒക്കെ കേടുപാടോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ശരിയാക്കണം. ഇനി തെക്ക് കിഴക്കേ മൂലയിൽ മറ്റു മൂലകളിലൊക്കെ മതിലുണ്ട്, തെക്ക് കിഴക്കേ മൂലയിൽ മതിലില്ലെങ്കിൽ, അവിടെ മിസ്സിംഗ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ മതിൽ കെട്ടിയിരിക്കണം. ഇനി അവിടുത്തെ മതിൽ പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവിടെ മതിൽ കെട്ടിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അത് കാര്യമുണ്ട്. കാരണം ഞാൻ ഈ കാര്യം നോക്കി പറഞ്ഞു കൊടുത്തവരുടെ അവരുടെ തൊഴിൽ തടസ്സവും മാറിയിട്ടുണ്ട്. കൃത്യമായിട്ട് വീട്ടിൽ അവരുടെ വിവാഹവും നടന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞത് ഞാൻ പോയി പറഞ്ഞതാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിടത്തത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജോലിക്ക് ഇന്നേ വരെ അവർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. സ്ഥിരതയുണ്ടായി, ജോലി സ്ഥിരതയുണ്ടായി, വിവാഹവും നടന്നു, സാമ്പത്തികവും വന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മതിൽ കെട്ടാൻ സൗകര്യമുള്ളവരല്ല, സാമ്പത്തികമില്ല, നിങ്ങൾ മതിൽ കെട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ സാമ്പത്തികം പോലെ ചെയ്താൽ മതി. ഏതൊരു വീടിനും മതിൽ കെട്ടുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. സാമ്പത്തികം ഉണ്ടേ ചെയ്യുക, ഇല്ലേ നിങ്ങളുടെ സാമ്പത്തികം ഉണ്ടാകുമ്പോൾ ചെയ്താൽ മതി. കാശില്ലാത്തപ്പോൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അത് വീട്ടിലെ ഐശ്വര്യത്തിന് ഏറ്റവും നല്ലതാണ്. അതാണ് ഏറ്റവും പ്രഥമമായിട്ട് വീട്ടിൽ വേണ്ട ഒരു കാര്യം. ആ വീട്ടിനൊരു സുരക്ഷിതത്വം, ഒരു ഐശ്വര്യം, ഒരു ഉയർച്ച, അതിന് 4 ദിക്കിലും നല്ല രീതിയിൽ മതിൽ കെട്ടുക. പിന്നെ മതിലിൻ്റെ തെക്ക് കിഴക്കേ മൂല ഇടിഞ്ഞോ പൊളിഞ്ഞോ അല്ലെങ്കിൽ പിന്നെ മിസ്സിംഗ് ആയിട്ടോ എന്ന് വെച്ചാൽ വെറുതെ കിടക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് അടച്ച് മതിൽ കെട്ടിയാൽ അവർക്ക് സാമ്പത്തിക ഭദ്രത, തൊഴിൽ ഉയർച്ച, വീട്ടിൽ മംഗള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇത് പലയിടത്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ. അതെന്ന് വെച്ചാൽ ഇപ്പം പൈസ ഇല്ലാത്തൊരു മതിൽ കെട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വീട്ടിൽ മതിലുണ്ടെങ്കിൽ അവിടെ പൊളിഞ്ഞ് തെക്ക് കിഴക്കേ മൂല പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത് ശരിയാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റം വരുത്തും. ചെയ്തു നോക്കിക്കോ. ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു തരുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവരുടെ. ഇനി അവിടെ മിസ്സിംഗ് ആയിട്ട് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും മതിൽ കെട്ടി തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ചില വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്, തെക്ക് കിഴക്കേ മൂലയിൽ കിണർ. ഇതത്ര നല്ലതല്ല. തെക്ക് കിഴക്കേ മൂലയിൽ കിണർ, അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണർ. ഞാൻ കുറേ അത്തരം വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തെക്ക് കിഴക്കേ മൂലയിൽ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. തെക്ക് കിഴക്കേ മൂലയിൽ കിണറുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ആ വീട്ടിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സന്തതിക്ക്, ചിലപ്പോൾ മൂത്ത സന്താനമാകാം, അല്ല ഏതെങ്കിലും ഒരു സാധാരണ മൂത്ത സന്താനത്തിനാണ് കാണുന്നത്, ഒരു ഉയർച്ചയ്ക്ക് എപ്പോഴും ഒരു തടസ്സമുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ചിലർക്ക് വിവാഹ തടസ്സവും കാണുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ആ വീട്ടിൽ കലഹം, മദ്യപാനം, വഴക്ക്, കലഹം ഇതൊക്കെ ആവർത്തിക്കുന്ന ഒരു രീതിയും കണ്ടിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് തെക്ക് കിഴക്കേ മൂലം ഒരു കിണറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കിണർ ഒരു ചെറിയ ഒരു കല്ല് കെട്ടി തിരിക്കണമെന്ന് പറയും. അതിന് ചിലർ ചെയ്യുന്ന കാര്യം എന്നാണെന്നറിയോ, കിണറിന് ചുറ്റും കല്ല് കെട്ടി തിരിക്കും. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കിണറാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കിണറിന് ചുറ്റും കല്ല് കെട്ടിയല്ല തിരിക്കേണ്ടത്. കിണർ നവരെ കെട്ടി നിങ്ങളുടെ മുറ്റത്ത് ഇപ്പം തെക്ക് കിഴക്കേ മൂല കിണറാണെങ്കിൽ കിണറിൻ്റെ അവിടുന്ന് നവരെ കെട്ടി ആ നെവരെയുള്ള ഭൂമി ഉൾപ്പെടെ ആ കെട്ടിനിപ്പുറത്താക്കണം. അങ്ങനെ ചെയ്തിടത്ത് കൃത്യമായിട്ട് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നതാണ്. ഫലമുണ്ടായ കാര്യമാണ്. നിങ്ങൾക്ക് കേട്ടിട്ട് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഇനി തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണറുണ്ടെങ്കിൽ എത്ര ആഡംബരത്തോടു കൂടി, എത്ര സമ്പന്നതയോടുകൂടി വീട് വെച്ചാലും ആ വീട്ടിൽ കുടുംബമായിട്ട് സമാധാനമായിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ സംസാരിക്കുമ്പോൾ ചിലപ്പം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണറുണ്ടെങ്കിൽ ആ വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഒരു ഓഫീസായിട്ടോ ഒരു സർവീസ് സെക്ടറായിട്ടോ ഒക്കെ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു കുടുംബമായിട്ട് ചിലപ്പം ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് വെക്കുന്ന വീടായിരിക്കാം, പക്ഷേ അതൊരു ഓഫീസായിട്ട് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അവിടെയും വേണമെങ്കിൽ കിണർ വെളിയിൽ പോകത്തക്ക രീതിയിൽ നെവുരെ കെട്ടിത്തിരിക്കണം. അത് കിണറിന് ചുറ്റും മാത്രമല്ല കെട്ടിത്തിരിക്കേണ്ടത്, നെവുരെ കെട്ടിത്തിരിക്കുന്ന നല്ലതാണ്. അത് നിങ്ങൾ വാസ്തു നല്ല രീതിയിൽ അറിയാവുന്ന, ഇപ്പോൾ വാസ്തു എന്നല്ല പലതും ചെയ്യാറുണ്ട്, പക്ഷേ അത് ശരിക്ക് അറിഞ്ഞവരുമുണ്ട്, അല്ലാതെ ചെയ്യുന്നവരുമുണ്ട്. ശരിക്കും അറിയാവുന്ന വാസ്തു അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇതൊന്നും അധികം പൈസയാകുന്ന കാര്യങ്ങളൊന്നുമല്ല. ആരെങ്കിലും അധികം പൈസ കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആളുകളോട് അന്വേഷിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിണറുണ്ടെങ്കിലും ഇതുപോലെ കിണറിന് ചുറ്റും കെട്ടിത്തിരിക്കുക അല്ല ചെയ്യേണ്ടത്. കിണർ വെളിയിൽ പോകത്തക്ക രീതിയിൽ നെവുരെ ചെറിയൊരു മതിൽ കെട്ടി, അരമതിൽ മതി, വലിയ മതിലായിട്ടൊന്നും വേണ്ട, ചെറിയൊരു അരമതിലായിട്ട് കെട്ടിത്തിരിക്കുന്നത് നല്ലതാണ്. അധികം പൊക്കമൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ആലോചിച്ചു ചെയ്യുക കേട്ടോ. ഇതൊക്കെ ചെയ്ത് പലയിടത്തും പല നടക്കാത്ത കാര്യങ്ങളും മാറി വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട് അനുഭവമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. ഇനിയും ഈ ഭക്ഷണം വീട്ടിൽ പാകം ചെയ്യുമ്പോൾ ഈ 2 മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്താൽ ആ ഭക്ഷണം കഴിക്കുന്നവർക്കും എല്ലാം നാരായണൻ്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. ചെയ്തു നോക്കിക്കൂ. ഓം നമോ നാരായണായ, ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ. ഈ 2 മന്ത്രവും ആഹാരം വെക്കുമ്പം പാകം ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിക്കണം, കഴിക്കുമ്പോഴും ഈ മന്ത്രം ജപിക്കണം. വലിയ മാറ്റം വരും. ചെറിയ കാര്യമാണ്, പക്ഷെ ചെയ്തു നോക്കിയാൽ വലിയ മാറ്റമാണ്. വലിയ കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തു നോക്കിയോ, ആ വീട്ടിൽ സന്തോഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഉണ്ടാകും. ഇവിടെ നാരായണനെ വിളിക്കുന്ന കൂടെ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. സിദ്ധലക്ഷ്മിയാണ് എങ്കിലും ലക്ഷ്മിയുടെ തന്നെ അംശമാണ്. അപ്പം പുരുഷനും പ്രകൃതിയും ചേരുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശിവനെ വിളിക്കുമ്പോൾ പാർവ്വതീദേവിയെയും വിളിക്കണം, നാരായണനെ വിളിക്കുമ്പോൾ ലക്ഷ്മിയെയും വിളിക്കണം. അപ്പോഴാണ് അവിടെ പൂർണ്ണത വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രഹസ്യം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി വിളിക്കുമ്പോഴാണ് ഗുണമുണ്ടാകുന്നത്. ഇനിയും വിളക്ക് തെളിയിക്കുമ്പോൾ
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ തെക്ക് കിഴക്കേ മൂലയിൽ മതിലിടിഞ്ഞ ആ വീട്ടിൽ തന്നെ 2 തിരിയിട്ടാണ് ഒരു വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പൂജാമുറിയിൽ കയറിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കാരണം ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ഒരു നല്ല കാര്യം മാത്രം അത് പറഞ്ഞു കൊടുക്കും. തെറ്റാണ് പറയും, ശരിയാണെങ്കിൽ പറയും, പിന്നെ അതൊക്കെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവരവരുടെ ഭാഗം. എനിക്കൊരു മനസ്സിന് തൃപ്തി ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 തിരിയിട്ട് കത്തിക്കണം. 5 തിരിയിട്ട് കത്തിച്ച് വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട്, സ്ത്രീകളാണെങ്കിൽ സെറ്റ് സാരി, പുരുഷന്മാരാണെങ്കിൽ വെള്ള മുണ്ട് ഉടുത്തുകൊണ്ട് രാവിലെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് 5 തിരിയെയും നോക്കിക്കൊണ്ട് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുക. അതിൻ്റെ കൂടെ ഓം നമോ നാരായണായും ജപിക്കണം. ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്ന മന്ത്രം കൂടെ ജപിക്കണം. ഇവിടെ ഹ്രീം എന്ന് ഞാൻ ഉച്ചരിച്ചരുത് കേട്ടോ. അപ്പം ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ എന്നുകൂടി ഉച്ചരിക്കണം ജപിക്കുന്ന മന്ത്രത്തിൻ്റെ കൂടെ. ഈ 5 തിരിയെ നോക്കി ഉച്ചരിക്കണം. വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് ജപിക്കണം. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. സമ്പത്തെ ഐശ്വര്യം സമ്പത്തി ചെയ്തു നോക്കിക്കൂ. ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിലാണ് എല്ലാ വലിയ കാര്യങ്ങൾ ഇരിക്കുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ദീപം കത്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജികളുണ്ടെങ്കിൽ, ദുരാത്മാക്കളുണ്ടെങ്കിൽ, ദുർദേവതകളുണ്ടെങ്കിൽ ആ ദീപം കത്തിക്കുന്നിടത്ത് നിൽക്കത്തില്ല. പക്ഷെ അത് ദീപം മാത്രമല്ല, മന്ത്രോച്ചാരണങ്ങളോട് കൂടിയ ദീപമാണ്. അതിനൊരു മന്ത്രബലം കൂടെ കിട്ടുമ്പോഴാണ് വീട്ടിൽ നിന്ന് ദുർദേവതകളോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ അതിന് ദീപത്തിൻ്റെ മുന്നിൽ നിന്ന് മന്ത്രം ജപിക്കണം. മന്ത്രം വലിയ സ്തുതിയാണേലും മതി. ആ ദൈവികമായ മന്ത്രമോ സ്തുതിയോ ജപിക്കുമ്പോഴാണ് ആ ദീപം മന്ത്രബലത്തോടു കൂടി ജ്വലിക്കുന്നത്. അപ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി ചില വീടിന് ഈ പൊക്കം കുറവായിരിക്കും. അപ്പോൾ അത് പൊക്കം കുറഞ്ഞ വീട്ടിൽ താമസിച്ചാൽ ഒരിക്കലും ദാരിദ്ര്യം ഒഴിയത്തില്ല, കഷ്ടകാലം ഒഴിയത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊക്കം കുറഞ്ഞ വീടിനേക്കാൾ പൊക്കം കൂടിയ വീട്ടിലേക്കാണ് കൂടുതൽ ഓക്സിജൻ വായു കയറുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതിയെ, നമ്മുടെ ബ്രെയിനെയൊക്കെ ഇത് നല്ല രീതിയിൽ ചിന്തിക്കാനും ഒക്കെ നല്ലൊരു പവർ നൽകും. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ഇരുന്നെടുക്കുന്ന തീരുമാനങ്ങളും ഉത്സാഹവും ഒക്കെ ഉണ്ടാകും. പൊക്കം കുറഞ്ഞ വീടുകളാകുമ്പം കുറച്ച് വായു മാത്രമേ കയറുന്നുള്ളതുകൊണ്ട് മാനസികമായിട്ട് എപ്പോഴും ഒരു ടെൻഷൻ, ഡിപ്രഷൻ, നിരാശ ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ കട്ടളയുടെ അവിടെ നിന്ന് പൊക്കം കുറഞ്ഞ വീടുകളാണെങ്കിൽ ആ മേസ്ത്രിയോടെ അല്ലെങ്കിൽ വാസ്തു നോക്കുന്നവരോടൊക്കെ നോക്കിയിട്ട് അല്പം കൂടെ ഒരു 2-3 കട്ട കൂടെ മുകളിലോട്ട് പൊക്കം വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ആവശ്യമുണ്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇനിയും വേണം ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഈ റോഡ് സൈഡിൽ ഏതെങ്കിലും വീടുകളൊക്കെ ആൾതാമസമില്ലാതെ പൂട്ടി കാട് കയറി കിടപ്പുണ്ടെങ്കിൽ അത്തരം വീടുകൾക്കൊക്കെ പലപ്പോഴും പൊക്കം കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. ഞാൻ എൻ്റെ അറിവും എൻ്റെ അനുഭവമാണ് പറഞ്ഞു തരുന്നത്. പിന്നെ പൗർണമി ദിവസങ്ങളിൽ വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോകണം, രാവിലെ ദേവീക്ഷേത്രത്തിൽ പോകണം. ഇത് തന്നെ ചെയ്താൽ തന്നെ ആ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. രാവിലെ ഭദ്രകാളിയോ ദുർഗയോ ഏത് ദേവിയാണെങ്കിലും കുഴപ്പമില്ല. പൗർണമി ദിവസം രാവിലെ ദേവീക്ഷേത്രത്തിൽ പോകണം. ദേവിക്ക് കടുംപായസം കൊടുക്കണം, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൊടുക്കണം. പിന്നെ വൈകുന്നപാടി ശിവക്ഷേത്രത്തിൽ പോയി 10 രൂപയുടെ എള്ളെണ്ണ, കൂവളത്തുമാല, കൂവളത്തിലെ അർച്ചന, ഒരു വെള്ള നിവേദ്യം ഭഗവാന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് കൊടുക്കുക. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. അപ്പോൾ രാവിലെ ദേവീക്ഷേത്ര ദർശനവും വൈകിട്ട് ശിവക്ഷേത്ര ദർശനവും പൗർണമി ദിവസം നടത്തിയിരിക്കണം. അങ്ങനെ ആവർത്തിക്കുന്ന കുടുംബങ്ങളിലൊന്നും ഒരു തീരാ ദുരിതങ്ങളും ഒരു കഷ്ടകാലങ്ങളും ഒന്നും ഉണ്ടാകുകയില്ല. മാത്രമല്ല ആവശ്യമില്ലാത്ത ഒരു മോശമായ കാര്യങ്ങളും ഉണ്ടാകുകയില്ല. ദിവസം തോറും ഐശ്വര്യം വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. അത് നിങ്ങൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അത് ചെയ്തു നോക്കുക. ഇനിയും പറയുന്ന കാര്യം, ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൻ്റെ കൂർച്ച ഉണ്ടല്ലോ നീണ്ടിരിക്കുന്ന, ആ വിളക്ക് അണച്ചു കഴിഞ്ഞ് വിളക്കിൻ്റെ കൂർച്ചത്തെ നിങ്ങളുടെ വലത് കൈ കൊണ്ട് തൊട്ട്, ഇങ്ങനെ കൂർച്ചത്തെ വലത് കൈ കൊണ്ട് തൊട്ട് ഓം നമോ നാരായണായ ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിൽ ചിന്തിച്ച് ജപിക്കുക. എന്നിട്ട് അല്പം അങ്ങോട്ട് മാറിയിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് നെഞ്ചത്തെ കൈവച്ച് വലത് കൈ വെച്ച് ഓം നമോ നാരായണ എന്ന് ജപിക്കുക. ആ വീട്ടിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യമൊക്കെ ഉണ്ടായി വരും.
അതുകൂടി ചെയ്ത് നോക്കുക കേട്ടോ, വലിയ മാറ്റം വരും. ഇനിയും പറയുന്ന കാര്യം, നമ്മൾ പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്ത്രീകൾ, ഇപ്പോൾ പുരുഷന്മാർ ആണെങ്കിൽ ഷർട്ട് ഊരുന്നു, സ്ത്രീകൾക്ക് അവർക്ക് അങ്ങനെ വസ്ത്രത്തോടു കൂടി തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തൊഴുന്നു. അപ്പോൾ അത് പുരുഷന്മാർക്കും ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ വയ്യേ? ഇങ്ങനെ ഒരു ചോദ്യം പലയിടത്തും ഞാൻ കാണാറുണ്ട്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം അതിനെക്കുറിച്ചുള്ള. അതായത് നമ്മളുടെ ഭാരതീയ ഋഷീശ്വരന്മാർ ചെയ്ത ഓരോ കാര്യങ്ങളിലും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അത് പലതും അവർ ചിന്തിച്ചിരിക്കുന്ന കാര്യം ഇത് ചെയ്യുന്ന ആൾ സ്വയം കണ്ടെത്തട്ടെ എന്ന രീതിയിലാണ് അവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ കണ്ടെത്തിയാൽ മതി. അല്ലെ ആ സ്വയം കണ്ടെത്തുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ആ വ്യക്തിക്ക് അത് ഒരു നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ സ്വയം കണ്ടെത്തട്ടെ എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും ഈ ഭാരതീയ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. കുറച്ച് പറഞ്ഞു തരും, ബാക്കി സ്വയം മനസ്സിലാക്കുക, സ്വയം അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ ഈ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആത്മീയതയും നമ്മുടെ ഉള്ളിലെ ആ ഒരു ഗുണവും നമ്മുടെ ആ ഒരു കഴിവും ഒക്കെ വർദ്ധിക്കുന്ന ഏതൊരു കാര്യം. അപ്പോൾ സ്വയം വളരാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക ആ വാചകം, സ്വയം വളരാനാണ്. അപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം എനിക്ക് ബോധ്യമായ കാര്യം. അപ്പോൾ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ കയറാം. പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ ഒന്നുകൂടെ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല, സ്ത്രീകൾക്കാണെങ്കിൽ വസ്ത്രം എടുത്തുകൊണ്ട് കയറാം. അതെന്താണ്? അപ്പം പലയിടത്തും പല അഭിപ്രായങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് വരുന്നില്ല. ഇപ്പം ഞാനൊരു കാര്യം വിശ്വസിക്കണം, എനിക്ക് ബോധ്യപ്പെടണം. ഇപ്പം ഒരു തെങ്ങിനെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാൽ തെങ്ങിനെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞു, തെങ്ങേൽ പിന്നെ തെങ്ങോലയുണ്ട്, തെങ്ങോല ആന കഴിക്കും. പിന്നെ ആനയെക്കുറിച്ച് അങ്ങ് വിവരിച്ചു പോകുന്ന രീതികളിൽ ഒക്കെ ചിലർ ഞാൻ ചോദിച്ചതിന് എനിക്കങ്ങനെ മറുപടി കിട്ടിയിട്ടുള്ളത് അല്ല, ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് സാമാന്യം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഒരു കാര്യം വിചാരിക്കുക, ഭാരതീയ ആചാര്യന്മാർ ഋഷീശ്വരന്മാർ ചെയ്തതെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്നാലാകുന്ന രീതിയിൽ എൻ്റെ ചെറിയ അറിവ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള തലകളാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. അതായത് പുരുഷന്മാർ ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു, ഊർജം സ്വീകരിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. സ്ത്രീകൾ ഈ ആജ്ഞാചക്രം നെറ്റി കൊണ്ടാണ് ഊർജം സ്വീകരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിപ്പം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പരിപാടികൾ ചെയ്ത് ബലമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അതങ്ങ് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടത്തില്ല. ഇങ്ങനെ പറഞ്ഞാൽ ബോധ്യപ്പെട്ടതായിട്ട് ചിന്തിക്കാനേ ഉള്ളൂ. നമുക്ക് ശരിക്കും മനസ്സിലാകത്തില്ല. ഞാൻ മനസ്സിലാക്കി തരാം, സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. അതായത് സ്ത്രീകൾക്ക് ഇപ്പം ഒരു വളരെ വൈകാരികമായ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈകാരികമായ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ കൈ അറിയാതെ തന്നെയാണേലും ഈ നെറ്റിൽ ഇങ്ങനെ വയ്ക്കാറുണ്ട്. അയ്യോ, അല്ലെ ഇങ്ങനെ കൂടുതലായിട്ട് ആണുങ്ങളെ കൂടുതലായിട്ട് സ്ത്രീകളാണ് ഈ നെറ്റിൽ ഇങ്ങനെ കൈവച്ച്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ നമ്മളുടെ വൈകാരികമായ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈശ്വരനെ ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഉയർച്ച, എൻ്റെ സന്തോഷം, ഇങ്ങനെ വൈകാരികമായി ബന്ധപ്പെട്ട ഈശ്വരനെ വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അവർക്ക് ആ വൈകാരികമായ ഒരു എക്സ്പ്രഷൻ പലപ്പോഴും ചെയ്യുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൈ ഇങ്ങനെ വെക്കാറുണ്ട് ഈ നെറ്റിയിൽ. എൻ്റെ ഈശ്വര ഇങ്ങനെ അയ്യോ എന്നിങ്ങനെ അവർ പറയാറുണ്ട്. അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഈ ആജ്ഞാചക്രം കൊണ്ടാണ് അവർ ആ വൈകാരികമായ എനർജിയെ കൂടുതൽ സ്വീകരിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പുരുഷന്മാരാണ് എന്നെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു അതിവൈകാരികമായിട്ട് പറയുമ്പം പെട്ടെന്ന് നെഞ്ചത്ത് തട്ടിയ ഞാൻ അല്ലെ എൻ്റെ ഞാൻ എന്ന് പറഞ്ഞ് വളരെ വൈകാരിക ഹൃദയത്തിൽ തട്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും അതിവൈകാരികമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വൈകാരികമായ ഒരു അവസ്ഥ ഈ പുരുഷൻ്റെ ഹൃദയചക്രവും സ്ത്രീയുടെ ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ രണ്ട് ചക്രങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പുരുഷൻ ആ ഹൃദയചക്രം കൊണ്ട്
ആ ഭഗവാന്റെ അല്ല ഭഗവതിയുടെ ആ ഒരു ഊർജ്ജം സ്വീകരിക്കാൻ വേണ്ടിയാണ് ഷർട്ട് ഊരുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ആജ്ഞാചക്രം കൊണ്ട് നെറ്റി കൊണ്ടാണ് ആ ഭഗവാൻ അല്ല ഭഗവതിയുടെ ഊർജ്ജം കൂടുതൽ സ്വീകരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഇത് ശരിയോ തെറ്റോ ആകാം, എൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ എനിക്ക് ശരിയാന്ന് തോന്നിയ കാര്യമാണ്, ബോധ്യപ്പെട്ട ഒരു ശരിയാന്ന് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഭാരതീയ ആചാര്യന്മാർ ഓരോ കാര്യത്തിനും വ്യക്തമായ കാര്യമുണ്ട്. അല്ലാതെ കാടലും പടപ്പലും തള്ളി പറയാം, അത് പറയാം ഇത് പറയല്ല. വ്യക്തമായ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ അറിയുമ്പോഴാണ് ശിവൻ എന്നാണ്, വിഷ്ണു എന്താണ്, ക്ഷേത്രം എന്താണ്, നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് വിളക്ക് കത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഈശ്വരനെ വിളിക്കേണ്ടത്, ഒക്കെ വ്യക്തമായിട്ട് ശരിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ അത് നമുക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലേ? ശരിയായിട്ടൊരു വഴി അറിഞ്ഞാലല്ലേ ശരിയായിട്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പരമാവധി ശരിയായിട്ടാകാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ നമ്മളുടെ ഭാരതീയ ആചാര്യന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയണമെന്ന്. പക്ഷേ ഈ പാശ്ചാത്യരൊക്കെ ചെയ്യുന്നത് ഷേക്ക് ഹാൻഡാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഒരു പരിധി വരെ, ഈ അടുത്ത കാലം വരെ അതാണ് ശരി, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതാണ് കൂടുതൽ ആഢ്യത്വം എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഈ കൊറോണ കാലം ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല എന്ന്. ആ കൊറോണ സമയത്ത് ആ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇതാ ശരിയെന്ന്. നമ്മൾ ആ ബോഡിയെ ടച്ച് ചെയ്യാതെ തന്നെ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ അപ്പോഴാണ് കൊറോണ വരേണ്ടി വന്ന് ഇതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്നത് ശരി, നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ് ശരിയെന്നുള്ള മനസ്സിലാക്കണം. പിന്നെ മൃതദേഹം നമ്മൾ കത്തിച്ചു കളയുക. അപ്പം പലപ്പോഴും മറ്റു പല ഇതിലും കുഴിച്ചിടുക. അപ്പം കൊറോണ സമയത്ത് മൃതദേഹം എല്ലാം കത്തിച്ച് കളയുമായിരുന്നു. കാരണം ശാസ്ത്രീയമായിട്ട് അതാ ശരിയെന്ന് കാലം തെളിയിച്ചു. ആരാ തെളിയിച്ചത്? കാലം. അപ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് മൃതദേഹം കത്തിക്കാനാണ്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എത്ര ശാസ്ത്രീയമായല്ല എത്ര കണക്കൂട്ടലൂടെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കൊറോണ വരേണ്ടി വന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ക്ഷേത്രത്തിൽ വെച്ച് ഒരു കുട്ടിക്ക് ഈ വിദ്യാരംഭം കുറിക്കുന്നു. നമ്മളത് വലിയ ആഘോഷമായിട്ടാണ് നടത്തുന്നത്, അല്ലേ? പക്ഷെ അതിൻ്റെ ശരിക്കുമുള്ള കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങളത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. വിദ്യാരംഭം ഷോഡശ കർമ്മങ്ങളിൽ 16 കർമ്മങ്ങളിൽ ഒന്നാണ് വിദ്യാരംഭം. ഞാൻ ആ വിദ്യാരംഭത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നല്ല കാര്യമായതുകൊണ്ട് അധികം ആളുകൾ കണ്ടിട്ടില്ല. കാരണം അത് ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യമാണ്, നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ച് ആളുകളെ കണ്ടിരിക്കുന്നത്. വിശദമായിട്ട് ഷോഡശ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിദ്യാരംഭം ആചാര്യന്മാർ അല്ലെ ഋഷീശ്വരന്മാർ ഇത് ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാരംഭം കുറിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ്. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യുന്നത്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അകവും പുറവും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പം അതിനകത്തേക്ക് പ്രവേശിക്കുന്ന നമ്മളും ഓൾറെഡി ആ ഈശ്വര ചൈതന്യത്തിനുള്ളിലാണ്. വേറൊന്നും ചെയ്യാൻ അവിടെ ഒക്കത്തില്ല. നമ്മൾ ഓൾറെഡി ആ ഈശ്വര ചൈതന്യത്തിനുള്ളിലാണ്. അങ്ങനെ അകവും പുറവും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സന്നിധിയിൽ ഒരു ഗുരു കുട്ടിയെ അരിയിൽ ഹരിശ്രീ ഗണപതായെ അവിഘ്ന നമസ്തു എന്ന ആ കുട്ടിയുടെ വിരൽ പിടിച്ച് എഴുതിപ്പിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹവും ചൈതന്യം, ആ ഗുരുവിൻ്റെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു അംശവും ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. അതിന് ഗുരുവിൻ്റെ അനുമതിയൊന്നും വേണ്ട. ആ ഒരു ഈശ്വര സന്നിധി വെച്ച് ഒരു ശിഷ്യന് കയ്യിൽ തൊട്ട വിദ്യ കൊടുത്ത് പ്രാർത്ഥനയോടെ ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ ജ്ഞാനവും കഴിവും തപസ്സും അല്ലെ ഗുരുവിൻ്റെ ഗുണങ്ങളൊക്കെ ഒരംശം ഈ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൂടാണ്, അല്ലെങ്കിൽ ചൈതന്യം കൂടാണ്, ചൈതന്യത്തിൻ്റെ ഒരു അംശവും കൂടെ ഈ കുട്ടിക്ക് കിട്ടുന്നത് ക്ഷേത്ര സന്നിധിയിൽ വെച്ച്. അപ്പോൾ അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്ഷര ലോകത്തിലെ ജ്ഞാനത്തിൻ്റെ ലോകത്തിലെ അവൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഇത് ആ പവിത്രമായ ഈശ്വര സന്നിധിയിൽ വെച്ച് ഈശ്വരനാമത്തോടു കൂടി നല്ല ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജ്ഞാനാനുഭവമാണ്. അവനെ ഈ നാടിന് തന്നെ ഒരു മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് വളർന്നു വന്നതിൽ എന്ത് അത്ഭുതമാണ് ഉള്ളത്? അങ്ങനെയുള്ള കുട്ടികൾ ഒരു അത്ഭുതവും ഇല്ല എൻ്റെ അകത്ത്. അപ്പോൾ അവർ ആ വിദ്യാരംഭം കുറിക്കുന്നത് എത്ര പവിത്രമായിട്ടാണ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വിദ്യാരംഭം കുറിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഭദ്രകാളിയെ വിളിക്കണം, ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് വീഡിയോയിൽ. അതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ട്. ഏത് ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാരംഭം കുറിക്കാം, പക്ഷെ വിദ്യാരംഭം കുറിക്കുന്നതിന് മുമ്പോ കുറിച്ച് കഴിഞ്ഞാൽ ഭദ്രകാളിയെ വണങ്ങണം. അപ്പോൾ അതൊക്കെ ജ്ഞാനത്തിൻ്റെ ദേവതയാണ് ഭദ്രകാളി. ഭദ്രകാളിയിൽ നിന്നാണ് എല്ലാം ജ്ഞാനം പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് വീഡിയോ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അത് അധികം ആളുകളൊന്നും കണ്ടിട്ടില്ല. അത് പോട്ടെ, അതൊക്കെ ചിലപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചിലപ്പം പലർക്കും താല്പര്യം ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഏതായാലും അറിയുന്നവർ അറിയട്ടെ, ഫോളോ ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ വിവാഹം നടത്തുന്നു. വിവാഹവും ഷോഡശകർമ്മങ്ങളിൽ ഒന്നാണ്. വിവാഹം നടത്തുമ്പം നമ്മളെന്താ ചെയ്യുന്നത്? ക്ഷേത്രത്തിൽ വെച്ച് രണ്ട് മനസ്സുകളെ, രണ്ട് രീതിയിൽ ജീവിച്ച ആളുകൾ, രണ്ട് ജീവിത രീതി, രണ്ട് മനസ്സുള്ള, രണ്ട് സ്വഭാവമുള്ള ഒരു പുരുഷനെ സ്ത്രീയെ തമ്മിൽ മാനസികമായിട്ടും ഒരു ജീവിതത്തിൽ ഒന്നിപ്പിക്കുകയാണ്, യോജിപ്പിക്കുകയാണ്. എവിടെ വെച്ചാൽ? ക്ഷേത്രത്തിൽ വെച്ച്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അകവും പുറവും ഈശ്വര ചൈതന്യം തളം കെട്ടി നിൽക്കുന്ന ആ തിരുസന്നിധിയിൽ വെച്ച് ഈശ്വരീയമായി വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് വ്യക്തികളെ തമ്മിൽ വിവാഹമെന്ന ചടങ്ങോടുകൂടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അത് പുരുഷൻ്റെ മാതാപിതാക്കളും സ്ത്രീയുടെ മാതാപിതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്ത് സ്ത്രീയുടെ പുരുഷൻ്റെ കയ്യിൽ മാതാപിതാക്കൾ വെച്ചു കൊടുക്കുകയാണ്. അതിനൊരു സത്യമുണ്ട്. എന്തോ സത്യം എന്നറിയോ? ഈ മാതാപിതാക്കൾ എത്രയോ വർഷങ്ങളായിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നത്, എത്ര അധ്വാനം ചെയ്തിട്ടുണ്ട്, എത്ര ത്യാഗം ചെയ്തിട്ടുണ്ട്. അതിനൊരു സത്യമുണ്ട്. ആ മാതാപിതാക്കൾ സന്തോഷത്തോടുകൂടി കൈപിടിച്ച് കൊടുക്കുമ്പോൾ, ക്ഷേത്ര സന്നിധി വെച്ച് കൈപിടിച്ച് കൊടുക്കുമ്പോൾ അതിനൊരു സത്യമുണ്ട്. അതൊരു മഹത്തരമാണ്. അത് നല്ല രീതിയിലുള്ള ഒരു ഈശ്വരീയമായ അനുഗ്രഹം അവിടെ ഉണ്ടാകുന്നുണ്ട്. അഗ്നിയെ സാക്ഷിയാക്കിയാണ് ചെയ്യുന്നത്. എത്ര പവിത്രമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതോടൊപ്പം അന്നദാനവും ചെയ്യുന്നുണ്ട്. അന്നദാനത്തോളം വലിയ മഹത്തമായ കാര്യമൊന്നുമില്ല. എന്നിട്ട് ഈ കുലവധുവിനെ കല്യാണം കഴിഞ്ഞ് വിളക്കും അഷ്ടമംഗലവും വെച്ച് വീട്ടിലേക്ക് ആനയിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണുള്ളത്? ഇത് ഭാരതീയ സംസ്കാരമാണ്, ഭാരതമാണിത്, ഭാരതത്തിലാണിത് ചെയ്യുന്നത്. കാരണം കുലവധുവിനെ, ആ വീട്ടിലേക്ക് വരുന്ന ആ വധു, ആ വീടിൻ്റെ ഭാവിയിലെ എല്ലാ ഐശ്വര്യവും ആ വധു ആ വീട്ടിലെ മക്കളെ വളർത്തുന്നു, ആ മക്കളെ പഠിപ്പിക്കുന്നു, മക്കൾക്ക് നല്ല ശീലങ്ങൾ പകർന്നു കൊടുക്കുന്നു. ആ വീടിൻ്റെ ഐശ്വര്യ ദേവതയാണ് വീട്ടിലേക്ക് വരുന്ന കുലവധു. അതുകൊണ്ട് തന്നെ ഒരു ദേവിയായിട്ട് തന്നെ, കുലദേവതയായിട്ട് തന്നെ വിളക്കും അഷ്ടമംഗലവും വെച്ച് സ്വീകരിക്കുന്നു. ഇത് വേറെ എവിടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കാണാൻ പറ്റും? ഇത് ഭാരതത്തിലേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് ഭാരത ഋഷീശ്വരന്മാർ വിഭാവനം ചെയ്ത കാര്യമാണ്. അല്ലെ വിളിച്ച് കയ്യെ പിടിച്ച് കയറ്റാൻ അറിയാൻ കഴിഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അപ്പം അങ്ങനെയുള്ള ദമ്പതികൾക്ക് ജനിക്കുന്ന ശ്രേഷ്ഠമാരായ പുത്രന്മാർ ജനിക്കും. ആ നാടിന് തന്നെ മാറ്റം വരുന്ന പുത്രന്മാർ ജനിക്കും. എത്രയോ ആളുകളുടെ ദുരിതങ്ങൾ മാറ്റുന്ന പുത്രന്മാർ ജനിക്കും. അതിലെന്ത് ആശ്ചര്യപ്പെടാനുള്ളത്? ഇപ്പോൾ എത്ര മഹത്തരമായ ഒരു സംസ്കാരമാണെന്ന് മനസ്സിലാക്കുക. അതിനെയൊക്കെ അറിയാതെ ചുമ്മാ ഇത് അറിഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അറിയേണ്ട, നമ്മുടെ വീട്ടിൽ നിന്നാണ് ഒരു കാര്യം തുടങ്ങുന്നത്. വീട്ടിൽ എങ്ങനെ എഴുന്നേൽക്കണം, എങ്ങനെ ദീപം തെളിയിക്കണം, എങ്ങനെ ഒരു ദിവസം തുടങ്ങണം, എങ്ങനെ നമ്മൾ ആ ഓരോ കാര്യങ്ങളും വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങൾ മുതൽ ആ സനാതനധർമ്മം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ പുരുഷാർത്ഥങ്ങളെ അറിയാൻ പറ്റുന്നത്. അതുപോലെ കർമ്മരഹസ്യമുണ്ട്. കർമ്മരഹസ്യം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു രഹസ്യമാണ്. കർമ്മരഹസ്യം അത് നമ്മൾ എന്ത് ചെയ്താലും അതിന് നല്ലത് ചെയ്താൽ നല്ലത് വരും, ചീത്തത് ചെയ്താൽ ചീത്ത വരും. നിങ്ങളൊരാൾക്കൊരു നല്ല രീതിയിൽ ഒരു വഴി നിങ്ങളോടൊരാൾ വഴി ചോദിക്കുന്ന ഒരാൾക്കൊരു നല്ല വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ആ വഴി പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ വഴി അറിയാതെ ബുദ്ധിമുട്ടിയ ഒരാൾ ഇങ്ങോട്ട് സഹായിക്കാൻ വരും. ചെയ്ത് നോക്കിക്കോ, കർമ്മത്തിന് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നറിയാം. നമ്മൾ എന്ത് കാര്യം ചെയ്താലും കർമ്മരഹസ്യമുണ്ട്. അപ്പോൾ ഈ കർമ്മരഹസ്യം നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ലത് ചെയ്യണം, നല്ലത് ചെയ്താലേ. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിംസയെ ദൂരീകരിക്കുന്നതെന്നേ അർത്ഥമുള്ളൂ. ഹിന്ദു ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കാരമാണ്. ഹിന്ദു. ഹിംസയെ ദൂരീകരിക്കുന്നവൻ ഹിന്ദു. എന്നുവെച്ചാൽ ഹിംസ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളെ അങ്ങനെയുള്ളതല്ല, ഈശ്വരീയമായ കാര്യങ്ങളെ അറിയുന്നവൻ, ഈശ്വരീയമായ കാര്യങ്ങളെ ചെയ്യുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. അതൊരു സംസ്കാരമാണ്. സംസ്കാരം എന്ന് വെച്ചാൽ എത്രയോ ജനതതികളിലൂടെ, എത്രയോ പ്രോസസ്സിങ്ങിലൂടെ, എത്രയോ കാലഘട്ടങ്ങളിലൂടെ ഊരിത്തീർന്നു വന്ന മാറ്റത്തിൻ്റെ ഒരു ജ്ഞാനം ആണ് സംസ്കാരം. അതായത് അങ്ങനെ ആർജിച്ച ഒരു ജ്ഞാനമാണ്. എത്രയോ വർഷങ്ങളിലൂടെ, എത്രയോ ആ ജനപദങ്ങളിലൂടെ ആർജിച്ച ആ സ്വാത്വികമായ ഒരു നല്ല രീതിയിലുള്ള ഒരു ജ്ഞാനത്തിൻ്റെ അനുഭവമാണ് ഇത്തരത്തിലുള്ള ആത്മീയ സംസ്കാരങ്ങൾ. അതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് ഞാൻ എത്രയോ ശിവവിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട്.
എത്രയോ ശിവവിദ്യകൾ. ഇതൊക്കെ അറിയുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ ഏതൊരു കാര്യം പറഞ്ഞു തന്നാലും അതിന് വ്യക്തമായൊരു കാര്യകാരണം പറഞ്ഞു തരാം. അങ്ങനെയാണ് ഓരോ കാര്യം പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. സനാതന ധർമ്മം ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത് എത്രയോ വർഷങ്ങൾ പഴക്കമുണ്ട്. അത് സനാതനം വെച്ചാൽ എന്നും നിലനിൽക്കുന്നതെന്ന് അർത്ഥം. അത് ഈശ്വരീയമായ നല്ല കാര്യങ്ങളായതുകൊണ്ടാണ് എന്നും നിലനിൽക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എനിക്ക് മാത്രം സുഖം ഉണ്ടാകണമെന്നല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള സമസ്ത ജന്തു ജീവജാലങ്ങൾക്കും സുഖവും സമാധാനവും സമ്പത്തും ക്ഷേമവും അവരുടേതായ ഐശ്വര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എനിക്ക് മാത്രം സമ്പാദിക്കണം, എനിക്ക് മാത്രം ജീവിക്കണം, എനിക്ക് മാത്രം എല്ലാം ആകണം എന്നല്ല. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പത്തും എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമം ഉണ്ടാകണം എന്നാ പഠിപ്പിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. തത്വമസി, അത് നീയാകുന്നു, അത് നീയാകുന്നു. അതായത് നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ, നീയാണ്, നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ബ്രഹ്മം. ബ്രഹ്മം നമ്മൾ ആ ഏക ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ്. നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, അല്ലേ? ബ്രഹ്മമാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത്, എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്. ആ ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ അറിയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, എല്ലാവർക്കും നല്ലത് ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ചില അറിവുകളും അഭിപ്രായങ്ങളും ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക. എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്, അനുഭവങ്ങൾ മാത്രമാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.